നമസ്കാരം. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്ന കാര്യം ഇതിനോടകം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. ധാരാളം പേര് ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവരുടെ ആഗ്രഹപ്രകാരം ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് ഈ പരീക്ഷയുടെ സിലബസിനനുസരിച്ചുള്ള വിവിധ വിഷയങ്ങൾ, ആ വിഷയങ്ങൾക്കുള്ള മാർക്ക് വിഹിതം, അതുപോലെ ഈ പരീക്ഷയ്ക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ, ഇതെല്ലാമാണ് ഈ വീഡിയോയിലൂടെ വിശദീകരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഈ പരീക്ഷ എഴുതുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ അവസാനം വരെ കാണുന്നതിന് വേണ്ടി ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലോട്ട് വരാം. ഞാൻ അജിത് സുമേരു. ഏവർക്കും ആസ്ഥ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ശരി, അപ്പോൾ നമുക്ക് ആദ്യം സിലബസിൽ നിന്ന് തുടങ്ങാം. അതിനു മുമ്പ് ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പം നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെയുള്ള ഒരു സാധാരണ ഉദ്യോഗാർത്ഥി ഒരു പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്നാൽ ഉടനെ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്? ആദ്യം ഏതെങ്കിലും ഒരു ബുക്ക് സ്റ്റാളിൽ ചെല്ലും, ഒരു പക്ഷേ ആ പരീക്ഷയുമായി ബന്ധപ്പെട്ട ഒരു റാങ്ക് ഫയൽ വാങ്ങിക്കും, അല്ലേ? അല്ലെങ്കിൽ ചെയ്യുന്ന ഒരു കാര്യം തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു കോച്ചിങ് സ്ഥാപനത്തിലോട്ട് പോകും, അല്ലെങ്കിൽ ഓൺലൈനിൽ ഏതെങ്കിലും ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യും. ഇങ്ങനെയൊക്കെയാണ് ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു സാധാരണ ഉദ്യോഗാർത്ഥി തയ്യാറെടുപ്പ് തുടങ്ങുന്നത്, അല്ലേ? നല്ല കാര്യമാണ്, അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷേ അതിനു മുമ്പ് ഉദ്യോഗാർത്ഥി ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ എഴുതാൻ പോകുന്ന പരീക്ഷ ഏതാണ്, ആ പരീക്ഷയുടെ സ്വഭാവം എന്താണ്, ആ പരീക്ഷയുടെ സിലബസ് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ആദ്യം ഉണ്ടാക്കണം. അപ്പോൾ ആ ധാരണ ഉണ്ടാക്കുന്നതിന് ഇപ്പോൾ 2-3 ദിവസം എടുത്താലും അല്ലെങ്കിൽ ഒരാഴ്ച എടുത്താലും അതിനകത്തൊന്നും കുഴപ്പമില്ല. കാരണം ശരിക്കും എന്താണ് നമ്മൾ എഴുതാൻ പോകുന്ന പരീക്ഷ, ആ പരീക്ഷയിൽ നമ്മളടുത്ത് ചോദിക്കുന്നത് 100 മാർക്കിൻ്റെ ചോദ്യമാണ്, അല്ലേ? 100 മാർക്കിൻ്റെ ചോദ്യങ്ങളേ ഉള്ളൂ. അത് ഒറ്റ പരീക്ഷയാണ്. പ്രിലിംസോ മെയിനെന്ന് പറഞ്ഞിട്ട് 2 പരീക്ഷയില്ല. അപ്പോൾ 100 ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കും. ആ ചോദ്യങ്ങൾ ഏതൊക്കെയായിരിക്കും എന്ന് മനസ്സിൽ തെളിയുന്ന വിധത്തിൽ സിലബസിനെ ആദ്യം എന്ത് ചെയ്യണം? സ്വാംശീകരിക്കാനായിട്ട് ഒരു ഉദ്യോഗാർത്ഥിക്ക് പറ്റണം. നമ്മളിപ്പോൾ ഒരു കോച്ചിങ് സ്ഥാപനത്തിലോട്ട് കയറി ചെന്നാൽ അവിടെ എന്തായാലും എന്ത് ചെയ്യുന്നുണ്ട്? പഠിപ്പിക്കുന്നുണ്ട്. ഞാനും കോച്ചിങ് സ്ഥാപനം നടത്തുന്ന ഒരാളാണ്. ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ അവിടെ പഠിപ്പിക്കുന്ന കാര്യം നമ്മുടെ ഈ പറഞ്ഞ ലക്ഷ്യത്തിന് പറ്റുന്ന വിധത്തിലാണോ, അല്ലേ? നമ്മൾ എഴുതാൻ പോകുന്ന പരീക്ഷയ്ക്ക് അനുസരിച്ചാണോ ആ ക്ലാസ് നടക്കുന്നത്? നമ്മൾ വാങ്ങിച്ച പുസ്തകം നമ്മൾ എഴുതാൻ പോകുന്ന, നമ്മൾ മനസ്സിലാക്കി വച്ചിരിക്കുന്ന സിലബസിനനുസരിച്ചാണോ, അല്ലേ? പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ഓൺലൈൻ കോഴ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അപ്രകാരമുള്ളതാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് എപ്പോഴാണ്? നമുക്ക് പരീക്ഷയെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കുമ്പോഴാണ്. അങ്ങനെ ഉണ്ടായിട്ടില്ല എങ്കിൽ നമ്മളെ ഗൈഡ് ചെയ്യുന്നവരുടെ ധാരണയ്ക്കനുസരിച്ച് നമ്മൾ മൂവ് ചെയ്യേണ്ടി വരും, അല്ലേ? അതൊരു പക്ഷേ ചിലപ്പോൾ തൃപ്തികരമാകണമെന്നില്ല. അപ്പോൾ നമ്മളാണ് പരീക്ഷ എഴുതാൻ പോകുന്നത്, നമുക്കാണ് ഉദ്യോഗം വേണ്ടത്. അപ്പോൾ ആ കാര്യത്തിനകത്ത് വ്യക്തത ആദ്യം ഉണ്ടാകേണ്ടത് നമുക്കാണ്. അതുണ്ടായിക്കഴിഞ്ഞതിന് ശേഷം ആരുടെയെങ്കിലും സഹായം അഭ്യർത്ഥിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോച്ചിങ് സ്ഥാപനത്തിൽ പോകുന്നതായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് മത്സര പരീക്ഷകളുടെ ആത്മാവെന്ന് പറയുന്നത് സിലബസാണ്. ആ സിലബസ് ഉൾക്കൊണ്ടുകൊണ്ട് വേണം ഒരു പരീക്ഷയ്ക്ക് പഠിച്ചു തുടങ്ങാൻ. ഇവിടെ ഇപ്പോൾ നമ്മുടെ സിലബസ് എന്താണ്? ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ. ഈ പരീക്ഷയുടെ സിലബസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്തൊരു സ്പെഷ്യൽ ടോപ്പിക് ഉണ്ട്. സ്പെഷ്യൽ ടോപ്പിക് അതായത് നമ്മൾ എഴുതാൻ പോകുന്ന പരീക്ഷ, ആ പരീക്ഷ ഏത് തസ്തികയിലോട്ടുള്ള പരീക്ഷയാണ്? ആ തസ്തികയുടെ സ്വഭാവത്തിനനുസരിച്ചുള്ള ഒരു കുറച്ച് ചോദ്യങ്ങൾ, അതാണ് സ്പെഷ്യൽ ടോപ്പിക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ 20 ചോദ്യങ്ങളാണുള്ളത്, 20 മാർക്ക്, അല്ലേ? അപ്പോൾ ഇവിടെ ഇപ്പോൾ പരീക്ഷ ഏതാണ്? ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, അല്ലേ? വനവുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ജോലി. അപ്പോൾ അവിടെ ചോദിക്കുന്ന സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്നത് ആ തരത്തിലുള്ളതായിരിക്കും. ഇവിടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? ഇന്ത്യയിലെയും കേരളത്തിലെയും വനങ്ങൾ, അതിൻ്റെ സ്വഭാവം, ആ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചുകൊണ്ട് വരണം. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മുടെ രാജ്യത്ത് വന്യജീവി സങ്കേതങ്ങളുണ്ട്, ദേശീയ പാർക്കുകളുണ്ട്, വന്യജീവികളുണ്ട്. ആ വന്യജീവികളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് വരണം. പിന്നെ അത് കഴിഞ്ഞിട്ട് രാജ്യത്ത്, സംസ്ഥാനത്ത് അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ വന്യജീവികളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് നിയമങ്ങളുണ്ട്, ധാരണകളുണ്ട്, പ്രോട്ടോക്കോളുണ്ട്. ആ പറഞ്ഞതിനെക്കുറിച്ച് ഒരു ധാരണ നമുക്ക് ഉണ്ടാവണം. അത് നിങ്ങൾ പഠിച്ചുകൊണ്ട് വരണം. പിന്നെ അത് കഴിഞ്ഞിട്ട് IT ആക്ട്,
IT ആക്ടിലെ വിവിധ സെക്ഷനുകൾ, അതിൻ്റെ പണിഷ്മെൻറ്റ്, ആ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊരു ധാരണ വേണം. ഇതെല്ലാം കൂടി ഞങ്ങൾ 20 മാർക്കിന് ചോദിക്കും. IT 2 മാർക്കിനാണ്, ബാക്കിയെല്ലാം കൂടി ഈ പറഞ്ഞ 10-18 മാർക്കിന് ഞങ്ങൾ ചോദിക്കും അല്ലേ. അപ്പം വനം, വന്യജീവി സംരക്ഷണം, പിന്നെ അത് കഴിഞ്ഞിട്ട് വന്യജീവി നിയമം, അതുപോലുള്ള ഭാഗങ്ങളിൽ നിന്ന് ഏതാണ്ട് 10-17 മാർക്കിന് എന്നുണ്ടാവും ചോദ്യങ്ങളുണ്ടാവും. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട ഭാഗമാണ്. ഈ പരീക്ഷയുടെ റാങ്ക് നിർണ്ണയിക്കുന്ന ഒരു ഭാഗമെന്ന് പറയുന്നത് അത് തന്നെയാണ്. അപ്പോൾ അത് ആദ്യം ശ്രദ്ധിക്കുക. സ്പെഷ്യൽ ടോപ്പിക് 20 മാർക്ക് അല്ലേ. അപ്പോൾ ആദ്യം പഠിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ധാരണ നിങ്ങൾക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു ക്രമത്തിൽ തന്നെ പറയുന്നത്. നിങ്ങൾ ആദ്യം പഠിക്കേണ്ട സ്പെഷ്യൽ ടോപ്പിക്കാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്തത് കറണ്ട് അഫയേഴ്സ്. കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞേക്കുന്നത് എത്ര മാർക്കിനാണ്? 10 മാർക്കിനാണ് അല്ലേ. സാധാരണ ചില പരീക്ഷകൾക്കൊക്കെ 20 മാർക്കിന് കറണ്ട് അഫയേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ കറണ്ട് അഫയേഴ്സ് പറഞ്ഞിരിക്കുന്നത് 10 മാർക്കിനാണ്. ഇപ്പോൾ ഈ പരീക്ഷ നടക്കുന്നത് ഡിസംബറിലാണെന്ന് സങ്കല്പിക്കുക. 2025 ഡിസംബറിലാണ് എന്ന് കരുതിയാൽ നിങ്ങൾ നവംബർ വരെയുള്ള കറണ്ട് അഫയേഴ്സ് പഠിക്കേണ്ടതായിട്ട് വരും. പിറകോട്ട് ഈ പറഞ്ഞ 2025 ജനുവരി വരെയുള്ള ഏതാണ്ട് 10-11 മാസത്തെ കറണ്ട് അഫയേഴ്സ് പഠിക്കണം. അതിനും പിറകിലോട്ട് പോകേണ്ടി വരും. പക്ഷേ നിങ്ങളുടെ ഏറ്റവും കൂടുതൽ മാർക്ക്, കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ 2025 ജനുവരി വരെയുള്ള ആ സമയത്ത് നിന്നായിരിക്കും ഏറ്റവും കൂടുതൽ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ വരുന്നത്. കാരണം അവിടെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ചോദിക്കാനായിട്ടുണ്ട്, വളരെ റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാനായിട്ടുണ്ട്. പിന്നെ പുറകോട്ട് പോയാലും ഈ പറഞ്ഞ 2-3 മാർക്കിൻ്റെ ചോദ്യങ്ങൾ അവിടെ വരാൻ സാധ്യതയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്, ഇപ്പോൾ ഡിസംബറിലാണ് പരീക്ഷ നടക്കുന്നതെങ്കിൽ 2025 ജനുവരി വരെയുള്ള കാര്യങ്ങളെങ്കിലും ഏറ്റവും കുറഞ്ഞത് കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് പഠിക്കണം. പുറകോട്ട് പഠിക്കാൻ സമയം കിട്ടുമെങ്കിൽ പഠിക്കണം. പക്ഷേ ആദ്യ പരിഗണന കൊടുക്കേണ്ടത് 2025 ജനുവരി വരെയുള്ള കാര്യങ്ങളായിരിക്കണം അല്ലേ. അപ്പോൾ അങ്ങനെ വേണം പഠിക്കാനായിട്ട്. ഏത്? കറണ്ട് അഫയേഴ്സ്. ആ കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ട. കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഈ ചാനലിലൂടെ നൽകുന്നതിന് വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കാം. അപ്പോൾ അത് കറണ്ട് അഫയേഴ്സ് എത്ര മാർക്ക്? 10 മാർക്ക്. 10 മാർക്ക്. ഇനി നോക്ക് ജനറൽ സയൻസ്. ജനറൽ സയൻസിന് പറഞ്ഞിരിക്കുന്നത് 10 മാർക്കാണ്. 10 മാർക്ക് എന്ന് പറയുമ്പോൾ 3 മാർക്ക് ഫിസിക്സ്, 3 മാർക്ക് കെമിസ്ട്രി, 6 മാർക്ക് അല്ലേ, 4 മാർക്ക് ബയോളജി, ജീവശാസ്ത്രം. അപ്പോൾ അവിടെ നിന്ന് ചോദിക്കുന്ന ചോദ്യം എത്ര? 10 ചോദ്യങ്ങളാണ്, 10 മാർക്ക്. അപ്പോൾ ഇപ്പോൾ പരീക്ഷയിൽ ടോട്ടൽ മാർക്ക് എത്രയായി? 40 മാർക്കായി അല്ലേ. ഇപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ടോട്ടൽ മാർക്ക് എത്രയായി? 40 മാർക്കാണ്. ഇതിൽ പഠിക്കാൻ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് ഒരുപാട് സോഴ്സ് ഉണ്ട്. കറണ്ട് അഫയേഴ്സ് ഈ ചാനൽ തന്നെ നല്ലൊരു സോഴ്സാണ്. നിങ്ങൾ കൃത്യമായിട്ട് ഓരോന്ന് കണ്ടു നോക്ക്. കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ നല്ലൊരു സോഴ്സാണ് ഈ ചാനൽ. അതുപോലെ ജനറൽ സയൻസ് ഈ ചാനലിനകത്ത് കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ പരീക്ഷയുടെ സ്വഭാവമാകുമ്പോൾ കുറച്ച് കാര്യങ്ങൾ കൂടി അഡീഷണൽ ആയിട്ട് ചേർക്കേണ്ടി വരും. ജനറൽ സയൻസ് 10 മാർക്ക്, അതിന് ഒരുപാട് സോഴ്സ് ഉണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് സ്പെഷ്യൽ ടോപ്പിക്ക്, അതിനൊരുപാട് സോഴ്സുകളൊന്നുമില്ല. ആ സോഴ്സ് നമ്മൾ കണ്ടെത്തേണ്ടതാണ്. അതിനൊരു മാർഗം ഞാൻ പറഞ്ഞു തരാം. ഈ വീഡിയോയുടെ അവസാനം ആ കാര്യം ഞാൻ പറയാം. അപ്പോൾ മൊത്തം എത്ര മാർക്കായി? 40 മാർക്കായി. ഇനി നോക്ക് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഭാഗത്ത് ആകെയുള്ള ചോദ്യങ്ങളെന്ന് പറയുന്നത് 30 മാർക്കാണ്. ഇപ്പോൾ നിങ്ങൾ ഡിഗ്രിക്ക് മാത്സ് പഠിച്ച ഒരാളാണെങ്കിൽ നിങ്ങളുടെ കാര്യം കുറച്ചുകൂടി എളുപ്പമായി. കാരണം നിങ്ങൾക്ക് അത്യാവശ്യം മാത്സിൻ്റെ ഒരു ധാരണ ഉണ്ടാവും അല്ലേ. ഫിസിക്സോ കെമിസ്ട്രിയോ ഒക്കെ പഠിച്ചവർക്കൊക്കെ മാത്സിൽ അത്യാവശ്യം ഒരു ടച്ച് ഉണ്ടാവും. സയൻസ് ഗ്രൂപ്പ് പഠിച്ചവർക്കൊക്കെ മാത്സിൽ അത്യാവശ്യം ഒരു ടച്ച് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ 30 മാർക്കിൻ്റെ ഭാഗത്ത് കുറച്ചൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ മലയാളം, ഇംഗ്ലീഷും ഇവിടെയൊക്കെ ഒന്ന് നോക്കി വച്ചു കഴിഞ്ഞാൽ ഒരു 10, 15, 16 മാർക്ക് വരെ നിസ്സാരമായിട്ട് സംഘടിപ്പിക്കാവുന്നതേ ഉള്ളൂ. വളരെ നിസ്സാരമായിട്ട് 10, 15 മാർക്ക് വരെ സംഘടിപ്പിക്കാനായിട്ട് പറ്റും. അത് മതിയാകില്ല, പക്ഷെ പെട്ടെന്ന് സംഘടിപ്പിക്കാനായിട്ട് പറ്റും. പിന്നെ നിങ്ങളുടെ ശ്രദ്ധയും ശ്രമവുമാണ് ആ മാർക്ക് കൂട്ടിയെടുക്കുക എന്ന് പറയുന്നത്. നിങ്ങളുടെ ശ്രദ്ധയും ശ്രമവും അനുസരിച്ചിരിക്കും. ഒരു 10-20 മാർക്കെങ്കിലും നേടാനായിട്ട് പറ്റിക്കഴിഞ്ഞാൽ നല്ല കാര്യമാണ്. എന്തായാലും ഏറ്റവും കുറഞ്ഞത് ഒരു 15 മാർക്കെങ്കിലും ആ ഭാഗത്ത് വേണം. അപ്പോൾ ഇത്രയാവുമ്പോൾ 40, 30, 70 മാർക്കായി. എത്ര മാർക്കായി? 40, 30, 70 മാർക്ക്. ഈ പരീക്ഷയ്ക്ക് എത്ര ചോദ്യങ്ങളേ ഉള്ളൂ? 100 ചോദ്യങ്ങളേ ഉള്ളൂ അല്ലേ. കുറച്ച് കാര്യങ്ങളല്ലേ പറഞ്ഞുള്ളൂ. അപ്പോഴേക്കും എത്ര മാർക്കായി? 70 മാർക്കായി. അവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നോക്ക്, ഇവിടെ ഇപ്പോൾ ഈ 70 മാർക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ വാരി വലിച്ചൊരു കാര്യവും പഠിക്കേണ്ടതായിട്ടില്ല. കറണ്ട് അഫയേഴ്സ് പഠിക്കണം, 10 മാർക്ക് കിട്ടും
അല്ലെ? ജനറൽ സയൻസ് പഠിക്കണം, 10 മാർക്ക് കിട്ടും. ജനറൽ സയൻസ് ഒന്നും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനില്ല. ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒക്കെ വളരെ കുറച്ച് ടോപ്പിക്കുകളേ ഉള്ളൂ. അതായത് കെമിസ്ട്രിയിൽ ആകപ്പാടെ ഉള്ളത് 3 ചാപ്റ്ററാണ്, 3 ടോപ്പിക്കാണ് അതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഫിസിക്സിനകത്ത് 6 ടോപ്പിക് ഉണ്ട്, അതുപോലെ ജീവശാസ്ത്രത്തിനകത്ത് ഒരു 6 ടോപ്പിക് ഉണ്ട്. അപ്പോൾ ഇത്രയേ അതിനകത്ത് പഠിക്കാനുള്ളൂ. ആ ഭാഗത്തുനിന്ന് പക്ഷേ എത്ര മാർക്ക് കിട്ടും? 10 മാർക്ക് കിട്ടും. പക്ഷേ നിങ്ങൾ ഹിസ്റ്ററിയിലോട്ട് പോയാലോ, ഈ ജനറൽ സയൻസ് പഠിച്ചാൽ കിട്ടുന്നത് 10 മാർക്കാണ്. അത് നിങ്ങൾക്ക് ഒരു 10 മണിക്കൂർ കൊണ്ട് ജനറൽ സയൻസ് പഠിച്ചു തീർക്കാമെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ചരിത്രം പഠിച്ചു തീർക്കാനായിട്ട് 25 മണിക്കൂർ വേണ്ടി വരും. പക്ഷേ അവിടെ നിന്ന് ആകെ കിട്ടാൻ സാധ്യത 5 മാർക്കുമാണ്. അപ്പോൾ അത് ഈ 5 മാർക്ക് തന്നെ പ്രസ്താവന രീതിയിലുള്ള ചോദ്യം കൊണ്ട് നിറഞ്ഞതുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവിടെ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം പഠിക്കേണ്ട ഏതാണ്? ജനറൽ സയൻസ് ആണ്. അപ്പോൾ പഠിക്കേണ്ട ഒരു ക്രമത്തിലാണ് ഞാൻ ഈ കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത്. ആദ്യം നിങ്ങൾ സ്പെഷ്യൽ ടോപ്പിക്ക് പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം, 20 മാർക്ക്. കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ ശ്രമിക്കണം, 10 മാർക്ക്. ജനറൽ സയൻസ് 10 മാർക്ക്. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം 30 മാർക്ക്. ടോട്ടൽ എത്രയായി ഇപ്പോൾ? 70 മാർക്കായി. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്ത് നോക്കുക, കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ വർത്താണ്. പഠിക്കുന്നത് വളരെ വർത്താണ്. ആ ഭാഗത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അതുമാത്രമല്ല, നിങ്ങളിപ്പോൾ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷ എഴുതുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഫോഴ്സിലോട്ടുള്ള പരീക്ഷകളൊക്കെ സ്ഥിരമായിട്ട് ശ്രമിക്കുന്ന ഒരാൾ കൂടിയായിരിക്കും. അങ്ങനെയാണെങ്കിൽ വരാൻ പോകുന്ന പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷയാവട്ടെ, എക്സൈസ് ഇൻസ്പെക്ടർ പരീക്ഷയാവട്ടെ, അങ്ങനെയുള്ള പരീക്ഷകൾക്കും ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ശരിക്കും ഗുണപ്പെടും. അപ്പോൾ അതുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്നതിന് മെനക്കെടണം. അവിടെ എത്ര മാർക്കാണ്? 8 മാർക്കാണ്. നോക്ക്, അപ്പോൾ ഇത്രയും കാര്യങ്ങളായപ്പോൾ 78 മാർക്കായി. ഞാൻ പറയുന്നത് ആദ്യത്തെ ഒരു 4 മാസം അല്ലെങ്കിൽ ആദ്യത്തെ ഒരു 3 മാസം ഇത്രയും പഠിക്കാൻ വേണ്ടി മാത്രം ശ്രമിച്ചാൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം. ആദ്യത്തെ ഒരു ഈ പറഞ്ഞ 3 മാസം, ഇപ്പോൾ 5 മാസം 6 മാസം പരീക്ഷയ്ക്കുണ്ട് എങ്കിൽ അതിന് ആദ്യത്തെ ഒരു 3 മാസം ഇത്രയും പഠിക്കുന്നതിന് വേണ്ടി മാത്രം ശ്രമിച്ചാൽ മതി. പക്ഷേ ഭൂരിഭാഗം ആൾക്കാരും ചെയ്യുന്ന എന്താണെന്നറിയാമോ? 5 മാസം പഠിക്കാൻ സമയമുണ്ടെങ്കിൽ ബാക്കിയുള്ള 78 കഴിഞ്ഞിട്ട് ഇനി ബാക്കി എത്രയാണുള്ളത്? 22 മാർക്കാണുള്ളത്, അല്ലേ? ആ 22 മാർക്കിൻ്റെ കാര്യം പഠിക്കാനാണ് കൂടുതൽ സമയം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. 5 മാസം ഉള്ളതിൽ 4 മാസവും 22 മാർക്ക് ഹിസ്റ്ററിയും ജോഗ്രഫിയും ഒക്കെ പഠിക്കാനാണ് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ആ ഭാഗത്തെ മാർക്ക് കിട്ടോ? അത് കിട്ടത്തുമില്ല. മാർക്ക് കിട്ടുന്ന ഭാഗത്തുള്ള കാര്യം പഠിക്കത്തുമില്ല. എളുപ്പത്തിൽ പഠിച്ചു തീർക്കാൻ പറ്റുന്ന ഭാഗം പഠിക്കത്തുമില്ല. നമുക്ക് എളുപ്പത്തിൽ പഠിച്ചു തീർക്കാൻ പറ്റുന്ന ഭാഗം ഏതാണ്? ഈ പറഞ്ഞ ഭാഗങ്ങളാണ്. ഈ പറഞ്ഞ ഭാഗം കൃത്യമായിട്ട് പഠിക്കാൻ പറ്റും. ആ പഠിച്ചു വച്ചിരിക്കുന്ന സാധനം അതുപോലെ പരീക്ഷയ്ക്ക് ചോദിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ പോകേണ്ട മേഖലയാണ് ഞാൻ ഈ പറഞ്ഞത്. എത്ര മാർക്കിൻ്റെ? 78 മാർക്കിൻ്റെ ഭാഗം. മനസ്സിലായോ? ബാക്കിയുള്ളത് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് ഞാൻ പറയുമ്പോൾ, അങ്ങനെ പറയരുത് സാർ, പഠിച്ചേ പറ്റൂ. ഒരുവിധപ്പെട്ട എല്ലാവരുടെയും കാര്യമാണ്. അത് പഠിക്കണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ പഠിച്ചിട്ടേ പോകത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു വക പഠിക്കാത്ത ഒരാളാണ്, അത് നോക്കണ്ട, തൽക്കാലം ഇത്രയും മാർക്കിന് നിങ്ങൾ നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അയാൾക്ക് ബുദ്ധിമുട്ടായി, അല്ല അതെനിക്ക് പഠിച്ചേ പറ്റൂ. അങ്ങനെ ഒരു ടെൻഡൻസി ഈ പറഞ്ഞ മിക്കവാറുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഉണ്ട്. അപ്പോൾ ഈ 78 മാർക്കിന് നിങ്ങൾ എന്ത് ചെയ്യണം? ഫോക്കസ് ചെയ്ത് പഠിക്കണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സമയം കിട്ടും, അല്ലേ? അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സമയം കിട്ടും. അങ്ങനെ സമയം കിട്ടുകയാണെങ്കിൽ മാത്രം നിങ്ങൾ അടുത്തതോട്ട് വരേണ്ടത് എക്കണോമിക്സിലോട്ടാണ്. വേറൊരിടത്തോട്ടും പോകരുത്, എക്കണോമിക്സിലോട്ട് വരണം. നിങ്ങൾക്ക് അതിനകത്ത് ഒരു ധാരണയുമില്ല, പക്ഷേ പഠിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. അവിടെ 5 മാർക്കിൻ്റെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉത്തരം എഴുതാനായിട്ട് പറ്റും. അപ്പോൾ മൊത്തം എത്ര മാർക്കായി? 83 മാർക്കായി. ഇത്രയും മാർക്കിനാണ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞത് ഒരു 3-4 മാസം കൊണ്ട് ഇത്രയും കാര്യങ്ങൾ പഠിച്ചു തീർക്കാനായിട്ട് പറ്റും. 3-4 മാസം കൊണ്ട് ഇത്രയും കാര്യങ്ങൾ പഠിച്ചു തീർക്കാനായിട്ട് പറ്റും. ഇനി ഇത് മാറ്റി വച്ചിട്ട് ഇനി അല്ലാതെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്തൊക്കെയാണ്? കേരളം ഭരണരംഗം, പിന്നെ അത് കഴിഞ്ഞിട്ട് ആർട്സ്, ലിറ്ററേച്ചർ, സ്പോർട്സ് എന്ന് പറയുന്ന ഒരു ഭാഗം, പിന്നെ ഹിസ്റ്ററി, ജോഗ്രഫി, ഇത്രയും പഠിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് 5 മാസം വേണ്ടി വരും. പക്ഷേ ഈ 5 മാസം പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന മൊത്തം 17 മാർക്കായിരിക്കും. അപ്പോൾ ഏത് ഭാഗത്ത് ശ്രദ്ധിക്കണം? നിങ്ങളൊരു ധാരണയിലെത്തണം. ഏത് ഭാഗത്ത് ശ്രദ്ധിക്കണം? നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഭാഗമാണ് ഞാൻ ആദ്യം മുതലുള്ള രീതിയിൽ ആ ഒരു ക്രമത്തിൽ പറഞ്ഞത്. അപ്പോൾ എക്കണോമിക്സ് 5 മാർക്കിനുണ്ട്, പിന്നെ ജോഗ്രഫി 5 മാർക്കിനുണ്ട്. ഈ ജോഗ്രഫി എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ ജോഗ്രഫി ഉണ്ട്, ഇന്ത്യൻ ജോഗ്രഫി
ഉണ്ട്, വേൾഡ് ജോഗ്രഫി ഉണ്ട്. പഠിക്കാനാണെങ്കിൽ ഈ പറഞ്ഞ ഒരു കുട്ടയുണ്ട്. അതുപോലെ തന്നെ ഹിസ്റ്ററി ആണെങ്കിലോ കേരള ഹിസ്റ്ററി ഉണ്ട്, ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട്, വേൾഡ് ഹിസ്റ്ററി ഉണ്ട്. പഠിക്കാനാണെങ്കിൽ വീണ്ടും ഒരു കുട്ടയുണ്ട്. പക്ഷേ പഠിക്കുന്നതൊന്നും ബുദ്ധിമുട്ടല്ല. പക്ഷേ ആ ഭാഗത്ത് നമുക്ക് എത്ര മാർക്കേ ഉള്ളൂ? 5 മാർക്കേ ഉള്ളൂ. അത് നിറയെ പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങളും ആയിരിക്കും. പെട്ടുപോകും. അതായത് പഠിക്കാൻ മെനക്കെട്ട സമയമുണ്ട്, അതിനനുസരിച്ചുള്ള ഒരു ഗുണം നമുക്ക് അവിടെ കിട്ടാതെ വരും. ഇനി അത് കഴിഞ്ഞിട്ട് ആർട്സ്, ലിറ്ററേച്ചർ, സ്പോർട്സ് ക്രമമായിട്ട് ഒരു പുസ്തകം നോക്കി ഇത് പഠിക്കാനായിട്ട് പറ്റത്തില്ല. ഇവിടെ കറണ്ട് അഫയേഴ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. കറണ്ട് അഫയേഴ്സ് ഭാഗത്തുള്ള കുറേ ചോദ്യങ്ങൾ ഇവിടെ കയറി വരും. അപ്പോൾ മിക്കവാറും ഈ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ കറണ്ട് അഫയേഴ്സിൽ ലയിക്കാനാണ് സാധ്യത. അപ്പോൾ അതുകൊണ്ട് നിങ്ങളല്ലാതെ ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള GK സ്പോർട്സും ആർട്സും ലിറ്ററേച്ചറുമായിട്ട് പഠിച്ചാൽ അത് അത്രയ്ക്ക് ബെനിഫിഷ്യൽ ആകുമെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ ഞാനിവിടെ എൻ്റെ സ്ഥാപനത്തിൽ പഠിക്കാൻ വരുന്ന ഒരാളോട് പറയുന്നത് നിങ്ങളതങ്ങ് ഒഴിവാക്കാനാണ്. ആർട്സ്, ലിറ്ററേച്ചർ, സ്പോർട്സ് ഒക്കെ അങ്ങ് ഒഴിവാക്കാനാണ്. കറണ്ട് അഫയേഴ്സിൽ ഫോക്കസ് ചെയ്യുമ്പോൾ അവിടെ കിട്ടുന്ന മാർക്ക് മതി എന്ന് വിചാരിക്കുക. അതങ്ങ് ഒഴിവാക്കാനാണ് ഞാൻ ഇവിടെ വരുന്ന ഉദ്യോഗാർത്ഥികളോട് പറയാറ്. അവർക്ക് അത്യാവശ്യം വേണ്ട നോട്ട്സ് മാത്രം കൊടുത്തങ്ങ് വിടും, പഠിപ്പിക്കത്തൊന്നുമില്ല. അപ്പോൾ അത് അങ്ങനെയാണ്. പിന്നെയുള്ളത് കേരളം ഭരണരംഗം. അത് പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ളവരടുത്ത് ചോദിച്ചാൽ മതി. ചിലപ്പോൾ ആ ഭാഗം വളരെ എളുപ്പമായിരിക്കും. ആ 3 മാർക്ക് നമുക്ക് കിട്ടും. ചില സമയത്ത് നമ്മളിനി എത്ര പഠിച്ചുകൊണ്ട് പോയാൽ ആ ഭാഗത്ത് മാർക്ക് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് കേരളം ഭരണരംഗം 3 മാർക്കേ ഉള്ളൂ. പഠിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, നിങ്ങൾ അങ്ങ് വിട്ടേക്ക്. അതുപോലെ തന്നെ ആർട്സ്, ലിറ്ററേച്ചർ, സ്പോർട്സ് പഠിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. അവിടെ ആകെപ്പാടെ 4 മാർക്കാണുള്ളത്. അതിൽ 2 മാർക്ക് എങ്ങനെയായാലും കറണ്ട് അഫയേഴ്സ് നമുക്ക് കിട്ടും. അപ്പോൾ ആ 5 മാർക്ക് പോട്ടെന്ന് വയ്ക്കണം. ബാക്കി 95 മാർക്ക് കിട്ടിയാൽ പോരെ. 95 മാർക്ക് കിട്ടിയാൽ പോരെ. ഇനി അതും പ്രയാസമാണെങ്കിൽ നിങ്ങൾ ഹിസ്റ്ററിയും ഈ പറഞ്ഞ ജോഗ്രഫി ഒഴിവാക്ക്. അപ്പോൾ നിങ്ങൾ 78 മാർക്കിൽ വരും. ഈ 78 മാർക്കിൽ നിന്ന് പഠിക്കാനായിട്ട് ശ്രമിച്ചാൽ നിങ്ങൾ കളഞ്ഞ ഭാഗമുണ്ടല്ലോ, പഠിക്കാതെ വിട്ട ഭാഗമുണ്ടല്ലോ, അവിടെ ചില ചോദ്യങ്ങൾക്കൊക്കെ എന്തായാലും ഉത്തരം എഴുതാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് ടോട്ടലിൽ വലിയ വ്യത്യാസമൊന്നും വരത്തില്ല. നമുക്ക് തൃപ്തിയായിട്ട് കൃത്യമായിട്ട് ഈ പറഞ്ഞ സമയത്തിനകത്ത് പഠിച്ചു തീർക്കാനും പറ്റും. അപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ പോകേണ്ട കാര്യം ഞാൻ പറഞ്ഞു. ഏതിലാണ്? സ്പെഷ്യൽ ടോപ്പിക്കിലാണ് 20 മാർക്ക്, കറണ്ട് അഫയേഴ്സിലാണ് 30 മാർക്ക്, ജനറൽ സയൻസ് 10 മാർക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ട് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം. നല്ലൊരു ഈ പറഞ്ഞ സുഹൃത്തിനെ കിട്ടിയാൽ മതി. മാത്സ് അറിയാവുന്ന നല്ലൊരു സുഹൃത്ത്, അല്ലെങ്കിൽ നമ്മളെ കൂടെ ഇരുന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു സുഹൃത്തുണ്ടെങ്കിൽ ഈ ഭാഗത്ത് ആ 30 മാർക്കിൻ്റെ ഭാഗത്ത് പരസ്പരം സംസാരിച്ചും കണക്കുകളൊക്കെ ചെയ്തുമൊക്കെ ഈ പറഞ്ഞ് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നല്ലൊരു കോച്ചിങ് സെൻറ്ററിൽ നല്ലൊരു അധ്യാപകനെ കിട്ടിയാലും മതി. അപ്പോൾ അവിടെ ആ ഭാഗത്തെ ആ മാർക്ക് നമുക്ക് നേടിയെടുക്കാനായിട്ട് പറ്റും. കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് പഠിച്ചെടുക്കാം. നല്ല സോഴ്സ് ഉണ്ട്. ആസ്ഥ അക്കാഡമിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്ലേലിസ്റ്റ് നോക്കുക. അതിനകത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. അതിനകത്ത് നിന്ന് ചോദ്യങ്ങൾ ചോദിക്കത്തുള്ളൂ. നിങ്ങൾ വേണമെങ്കിൽ അന്വേഷിച്ച് നോക്കുക. എക്കണോമിക്സിന് നല്ല സോഴ്സ് ഉണ്ട്. ആസ്ഥ അക്കാഡമിയുടെ പ്ലേലിസ്റ്റ് എക്കണോമിക്സ് എന്ന് അടിച്ചു നോക്കുക. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം വളരെ കൃത്യവും വ്യക്തവുമായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ നോട്ട്സും ഒക്കെ ഈ പറഞ്ഞ അതിൻ്റെ ഭാഗത്ത് തന്നെ കിടപ്പുണ്ട്. അല്ലെങ്കിൽ ഞങ്ങളുടെ ടെലഗ്രാം ചാനലിലൂടെ നിങ്ങൾക്കത് ലഭിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ പരീക്ഷയ്ക്കുള്ളത്. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു കാര്യം ഞാൻ പറയുന്നത്, സ്പെഷ്യൽ ടോപ്പിക്ക് അല്ലേ, ഈ സ്പെഷ്യൽ ടോപ്പിക്ക് പഠിക്കുമ്പോൾ നിങ്ങൾക്കൊരു ആത്മവിശ്വാസം കിട്ടും. 20 മാർക്കാണ്. സ്പെഷ്യൽ ടോപ്പിക്ക് പഠിക്കുമ്പോഴേക്കും നിങ്ങൾക്കൊരു ആത്മവിശ്വാസം കിട്ടും. എന്തായാലും ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു പ്രത്യേകം ക്ലാസ് ലൈവായിട്ട് ചെയ്യുന്നുണ്ട്. ഓൺലൈനിൽ ലൈവായിട്ട് ചെയ്യുന്നുണ്ട്. അത് 1 മണിക്കൂർ വീതമുള്ള ഒരു ക്ലാസ്സാണ്. ഒറ്റ മാസം കൊണ്ട് തന്നെ ഈ 20 മാർക്കിൻ്റെ ഭാഗത്ത് 20 മാർക്കും നിങ്ങൾക്ക് നേടിത്തരാൻ പറ്റുന്ന വിധത്തിൽ പഠിപ്പിച്ചെടുക്കാനായിട്ട് എന്നെക്കൊണ്ട് സാധിക്കും. അത് എത്രത്തോളം സാധിക്കുമെന്ന് അറിയാൻ ഈ ചാനലിനകത്ത് എൻ്റെ ക്ലാസ്സുകൾ കണ്ടു നോക്കുക. അതിലൂടെ സാധിക്കും. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സിലെ മുഴുവൻ മാർക്കും നിങ്ങൾക്ക് നേടിത്തരാൻ എനിക്ക് സാധിക്കും. കോൺസ്റ്റിറ്റ്യൂഷനിലെ മാർക്ക് മുഴുവനും നേടിത്തരാൻ എനിക്ക് സാധിക്കും. അതായത് ഏതാണ്ട് 10-38 മാർക്ക് ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ നിങ്ങൾക്ക് നേടിത്തരാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇവിടെയുണ്ട്. അതിന് പുറമെ നമുക്ക് മാത്സിൻ്റെ, മലയാളത്തിൻ്റെ, ഇംഗ്ലീഷിൻ്റെയൊക്കെ കാര്യങ്ങൾ നോക്കാനായിട്ട് പറ്റും. അങ്ങനെ വളരെ കുറച്ച് സമയം കൊണ്ട് കൃത്യമായിട്ട് നിങ്ങളുടെ വിജയത്തിലോട്ട് എത്തിക്കാനായിട്ട് ഈ സ്ഥാപനത്തിന് കഴിയും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കോഴ്സിനെ കുറിച്ച് അല്ലെങ്കിൽ ഇത് പഠിക്കുന്നതിനെ കുറിച്ച്, ലൈവ് ക്ലാസ്സിനെ കുറിച്ച് 1 മണിക്കൂർ മെനക്കെട്ടാൽ മതി. 1 മണിക്കൂർ മെനക്കെട്ടാൽ മതി. അത് ഈ പരീക്ഷയ്ക്ക് മാത്രമല്ല, ഒരുപാട് പരീക്ഷകൾക്ക് നിങ്ങൾക്ക് ഗുണപ്പെടും. 1 മണിക്കൂർ, അതായത് ഈ പറഞ്ഞ ആഴ്ചയിൽ ഒരു 3 ദിവസം 1 മണിക്കൂർ വീതം നിങ്ങൾ മെനക്കെടാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് ഈ പറഞ്ഞ വളരെ മെച്ചമായിരിക്കും. നിങ്ങൾക്ക് ഒരുപാട് പരീക്ഷകൾ ജയിക്കുന്നതിനുള്ള ഒരു പ്രചോദനവും ആ ക്ലാസ്സുകളിൽ നിന്ന് ഉണ്ടാവും.
അപ്പോൾ ആ ക്ലാസ്സുകളെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ, ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലോട്ട് വിളിക്കുക. വിളിക്കുമ്പോഴത്തേക്കും അവർ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരും. എന്തായാലും ലൈവ് ക്ലാസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്ന് പറയുന്ന ഈ പരീക്ഷയ്ക്ക് വേണ്ടി ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ക്രമീകരിച്ചിട്ടുള്ള ക്ലാസ്സുകളും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. കൃത്യമായിട്ടുള്ള നോട്ട് തരാം. നിങ്ങളുടെ പരീക്ഷ വരെ നിങ്ങളുടെ പിറകിൽ നിൽക്കാനായിട്ട് പറ്റും. ലൈവ് ക്ലാസ്സുകളിലൂടെ നിങ്ങളെ പ്രചോദിപ്പിക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ഒരു താല്പര്യമുണ്ട് എങ്കിൽ എത്രയും പെട്ടെന്ന് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഒരു 11-ാം തീയതിയോടുകൂടി ക്ലാസ്സുകളൊക്കെ തുടങ്ങണമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ പലരും നമ്മൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മുമ്പോട്ട് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. അതില്ലെങ്കിലും ഈ ചാനൽ വഴി നിങ്ങൾക്ക് ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റും. മറ്റത് ഞങ്ങൾ കുറച്ചുകൂടി നിങ്ങളുടെ പിറകിൽ ഉണ്ടാവും എന്നുള്ള ഒരു വ്യത്യാസം മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഈ വീഡിയോ ഏതെങ്കിലും തരത്തിൽ ഗുണപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇത് കേട്ടപ്പോൾ ഈ പരീക്ഷയെക്കുറിച്ച് നല്ലൊരു ധാരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് പഠിച്ചെടുക്കാൻ പറ്റും എന്നുള്ള ഒരു ബോധ്യം നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക, ഷെയർ ചെയ്യുക, കൂടുതൽ ആൾക്കാരിലോട്ട് എത്തിക്കുക. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.